ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തോടുകൂടെ നടക്കുക എന്നുള്ളത് എന്ത് എന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ദൈവത്തോടുകൂടെ നടക്കുക. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോട് നടക്കുന്നത് എങ്ങനെ? ഈ ഭൂമിയിലെ നമ്മുടെ ഭൗതിക ജീവിതകാലത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തോടുകൂടെ നടക്കാം. എപ്പോഴും നാം പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് നടക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴും നമ്മുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടായിരിക്കണമെന്നുമല്ല അതിൻ്റെ അർത്ഥം. നാം കൂടെ വേദപുസ്തകം വായിച്ചുകൊണ്ട് നടക്കണമെന്നുമല്ല അതിൻ്റെ അർത്ഥം. ദൈവത്തോട് നടക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് ഏകാഗ്രതയിലും നിർമ്മലതയിലും നടക്കുക എന്നാണ്. നാം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എഫേസ് ലേഖനത്തിൽ നിന്ന് 4 കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. 1, വാക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടക്കുക. 2, വാക്ക് ഇൻ പ്യൂരിറ്റി, വിശുദ്ധിയിൽ നടക്കുക. 3, വാക്ക് ഇൻ ഹാർമണി, ഒരു മനസ്സോടെ നടക്കുക, ഏകദാനതയോടെ നടക്കുക, സമഞ്ജസമായ ഐക്യത്തിൽ നടക്കുക. 4, വാക്ക് ഇൻ വിക്ടറി, വിജയത്തിൽ നടക്കുക. ദൈവത്തോട് നടക്കുന്നവർ വിശുദ്ധിയിൽ നടക്കുന്നവരായിരിക്കും. ദൈവത്തോട് നടക്കുന്നവർ പരസ്പര സ്നേഹത്തിൻ്റെ ഐക്യദാർഢ്യത്തിൽ നടക്കുന്നവരായിരിക്കും. ദൈവത്തോട് നടക്കുന്നവർ ഒരു മനസ്സോടെ നടക്കുന്നവരായിരിക്കും. ദൈവത്തോട് നടക്കുന്നവർ വിജയിച്ച് നടക്കുന്നവരായിരിക്കും. വാക്ക് ഇൻ വിക്ടറി. എങ്ങനെയാണ് വിജയത്തിൽ നടക്കുക? ചിലതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു. എങ്ങനെയാണ് വിജയത്തിൽ നടക്കുക? വിജയിക്കാൻ എന്തെല്ലാമാണ് മാർഗങ്ങൾ? ജയിക്കുന്നത് എങ്ങനെ? അതെങ്ങനെയെന്ന് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വിശദമായി പ്രസ്താവിച്ച് നമുക്ക് തരുന്നുണ്ട്. എഫേസ് ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമുക്ക് വായിച്ച് കേൾക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോട്, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും അവസാനിപ്പിച്ചിട്ട് യുദ്ധമെല്ലാം അവസാനിപ്പിച്ചിട്ട് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. യേശുക്രിസ്തുവിൽ ശക്തിപ്പെട്ടല്ലാതെ ജയജീവിതം സാധ്യമല്ല. ജയിക്കണമെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ യത്നം കൊണ്ട് സാധ്യമല്ല. നാം മാനുഷികമായി പരിശ്രമിച്ചാൽ ജയജീവിതം സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തിയാൽ മാത്രമേ നമുക്ക് ജയജീവിതം കിട്ടുകയുള്ളൂ. നാം ഓരോരുത്തരും ജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടവരുമാണ്. നമ്മുടെ സ്വഭാവത്തിലെ മാലിന്യങ്ങളിൽ പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. ഒരുപക്ഷെ ചില ദുശ്ശീലങ്ങളിലായിരിക്കാം, ചില ദുഷിച്ച പ്രവണതകളിലായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിലെ അലസതയിലായിരിക്കാം, കോപ സ്വഭാവത്തിലായിരിക്കാം, വാശി, വഴക്ക്, പിണക്കം, വൈരാഗ്യം, അസൂയ മുതലായ കാര്യങ്ങളിലായിരിക്കാം, അഹങ്കാരം, സ്വയം മുതലായ കാര്യങ്ങളിലായിരിക്കാം. ഏതെങ്കിലും കാര്യങ്ങളിലെല്ലാം പരാജയപ്പെട്ടവരാണ് നമ്മിൽ പലരും. എന്നാൽ ജയിക്കണമെങ്കിൽ ഞാൻ ഇനി പരാജയപ്പെടുകയില്ല എന്ന് തീരുമാനിച്ചാൽ ഫലപ്പെടുകയില്ല. ഞാൻ ഇനി കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചാലും സാധിക്കുകയില്ല. ഞാൻ ഇനി വാശി പിടിക്കുകയില്ലെന്ന് തീരുമാനിച്ചാലും സാധിക്കുകയില്ല. നമുക്ക് ജയിക്കണമെങ്കിൽ തീരുമാനം വേണ്ടെന്നല്ല, പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടാതെ ആർക്കും ജയിക്കാൻ സാധ്യമല്ല. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയും, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ആത്മാവിനാൽ മാത്രമേ ജയമുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമ്മുടെ ഈ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കോപിക്കാനുള്ള സാഹചര്യം നമുക്ക് വന്നു വന്നേക്കാം. കോപിച്ച് അലറുന്ന പ്രകൃതമുള്ള ആളുകൾക്ക് കോപിക്കാനുള്ളതായ സാഹചര്യം വരുമ്പോൾ കോപിക്കാൻ തോന്നിപ്പോയി എന്ന് വന്നേക്കാം. പക്ഷേ കോപം വരാതെ വേറൊരു ശക്തി വന്ന് ആ നമ്മുടെ ഹൃദയത്തിൽ ഉണർന്നു വരുന്നതായ കോപത്തെ അടക്കുന്ന ഒരത്ഭുത പ്രതിഭാസം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഉയർന്ന് പതഞ്ഞ് പൊന്തുന്ന കോപം, ഉള്ളിൽ തിളച്ച് വരുന്നതായ കോപാവേശം, അത് കൂടുതൽ മുന്നോട്ട് വരാതെ അപ്പോൾ തന്നെ അടിച്ചമർത്തുന്ന വേറൊരു ശക്തിയെ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. മുൻപ് ഒരു നിയന്ത്രണമില്ലാതെ കോപിച്ചിരുന്നു. കോപിക്കുമ്പോൾ നിയന്ത്രണമില്ലാതെ സംസാരിച്ചിരുന്നു. എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ എന്തെല്ലാമോ ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. ശാപവാക്കുകൾ പറഞ്ഞിരുന്നിരിക്കും, പിരാഗി പറഞ്ഞിരിക്കും, അല്ല വഴക്ക് പറഞ്ഞിരിക്കും, ചിലരെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞിരിക്കും, ഉള്ളു കുത്തി നോവിക്കുന്ന വിധത്തിലുള്ളതായ വാക്കുകൾ പറഞ്ഞിരിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും പ്രവൃത്തികൾ പോലും കോപിച്ച് ചെയ്തിരിക്കും. എന്നാൽ ഇപ്പോൾ കോപം വരാൻ തുടങ്ങുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു ശക്തി വന്ന് കോപത്തെ താഴ്ത്തി അമർത്തുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അവിടെ നമുക്ക് പ്രകടമായിട്ടുള്ള യത്നം വേണ്ടി വരുന്നില്ല. നമ്മുടെ യത്നം കൊണ്ടോട്ട് സാധ്യവുമല്ല. പരിശുദ്ധാത്മാവിന് നൽവരം നമുക്ക് സാധിപ്പിച്ചു തരികയാണ്. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ആത്മാവിനാലാണ് സാധിക്കുന്നത്. അതിന് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് എന്നെ ജയിപ്പിക്കണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് പോരാട്ടമുള്ളത് ഒരു ഭീകര ശക്തിയോടാണ് എന്ന് ഞാൻ അറിയണം. നമ്മുടെ ജീവിതത്തിൽ നാം യുദ്ധം ചെയ്യണം. നാം യുദ്ധം ചെയ്യേണ്ടത് ആരോടാണ്? അതൊരു ഭയാനകമായ ശക്തിയോടാണ്. അത് ഭീകരനായ പൈശാചികനോടാണ്, സാത്താനോടാണ് യുദ്ധം ചെയ്യുന്നത്. സാത്താൻ, അവനെക്കുറിച്ച് പറയുകയാണ്, അവൻ ഭയങ്കരനാണ്, അവന് വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്, അവന് പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, വാഴ്ചകളും അധികാരങ്ങളുമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല നാം യുദ്ധം ചെയ്യുന്നത്. വീട്ടിൽ അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഇഷ്ടക്കുറവ് വരികയാണ്. അവർ തമ്മിലുള്ളതായ ഇഷ്ടക്കുറവിൽ മരുമോൾക്ക് അമ്മായിയമ്മയോട് പ്രയാസം തോന്നുന്നു, നീരസം തോന്നുന്നു, അമ്മായിയമ്മയ്ക്ക് മരുമോളോട് നീരസം തോന്നുന്നു. അത് രണ്ട് വ്യക്തികളെ മാത്രമേ നാം കാണുന്നുള്ളൂ. പക്ഷേ അവിടെ ആ പ്രശ്നമുണ്ടാക്കുന്നതും കോപം ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒരു പൈശാചിക ശക്തിയാണ്. ദ ഈവിൾ ഫോഴ്സ് എന്ന് പറയുന്ന ഡെവിളാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. സാത്താനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ദുഷ്ടനായ പിശാചാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ മനുഷ്യരെ കാണണ്ട, മനുഷ്യരെ കേവലം മനുഷ്യർ മാത്രം. എന്നാൽ മനുഷ്യരുടെ പിന്നിൽ നിൽക്കുന്ന, മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്ന, മനുഷ്യനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്ന, മനുഷ്യൻ്റെ ഹൃദയത്തിൽ അരുതായികൾ ഉളവാക്കി കൊടുക്കുന്ന ഒരു ഭയങ്കരനായ ഭീകര പിശാചുണ്ട്. ആ പിശാചാണ് മനുഷ്യനിൽ നിന്നുകൊണ്ട് മനുഷ്യനെ തമ്മിൽ കടിപിടി കൂട്ടുന്നത്. അത് ഒരു വീട്ടിൽ മാത്രമല്ല, അത് സ്ഥാപനങ്ങളിലുണ്ട്, അത് നാട്ടിലുണ്ട്, അത് വിവിധ ദേശങ്ങളിലുണ്ട്. മനുഷ്യർ പരസ്പരം കടിപിടി കൂടുന്നത്, പരസ്പരം തർക്കിക്കുന്നത്, നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഇഷ്ടക്കുറവും മുഷിച്ചിലും വൈരാഗ്യവും ഉണ്ടാകുന്നത്, അത് വർദ്ധിച്ച് ഒരുപക്ഷെ കൊലപാതകത്തിൽ ചെന്ന് കലാശിക്കുന്നത്, ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്, ഇതെല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു ഭീകര പിശാചുണ്ട്, ഭയങ്കരനായ പിശാച്. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പോസ്തലനായ പൗലോസ് ഒടുവിലത്തെ ലേഖനത്തിൽ, തീമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പറയും, എൻ്റെ മകനെ ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക, ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ ശക്തിപ്പെടുക. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. നല്ല ഭടനായി പോരാടണം, നല്ല വീരപോരാളിയായി പോരാടണം, നല്ല വീരപോരാളിയായി യുദ്ധം ചെയ്യണം. മകനെ, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഒടുവിലത്തെ ലേഖനത്തിൽ തീമോഥെയോസിനെ എഴുതുന്നത്. മകനെ, ക്രിസ്തുയേശുവിൻ്റെ കൃപയിൽ നീ ശക്തിപ്പെടുക. കൃപയിൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒടുവിൽ കർത്താവിലും
അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അമിത ബലം, അളവറ്റ ബലം, യേശുക്രിസ്തുവിൻ്റെ അളവില്ലാത്ത ബലത്തിൽ ശക്തിപ്പെടുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മാംസവും രക്തവുമുള്ള മനുഷ്യരോടല്ല നമുക്ക് യുദ്ധമുള്ളത്. ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം. നേരെ മറിച്ച് നമ്മുടെ യുദ്ധം ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും. അന്ധകാരത്തിൻ്റെ ലോകം, ഒരു വലിയ ഇരുളിൻ്റെ ലോകമുണ്ട്, അന്ധകാര ശക്തിയുണ്ട്. അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. നമുക്ക് വായിക്കാം 6-ാം അധ്യായം 10-ാം വാക്യം മുതൽ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേന, ഈ അന്തരീക്ഷത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടാത്മസേന, പ്രേത ഭൂത പിശാചുക്കളുടെ സൈന്യങ്ങൾ, മനുഷ്യനെ നശിപ്പിക്കുന്ന പൈശാചിക സൈന്യങ്ങൾ, മനുഷ്യനെ തകർത്ത് കളയുവാൻ, അവനെ നിശ്ശേഷം ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, അവനെ നരകത്തിൻ്റെ ഭീകര അന്ധകാരത്തിലേക്ക് നയിക്കുവാൻ, മനുഷ്യനെ പിടിച്ചു കെട്ടിയിടുന്ന, മനുഷ്യനെ കുരുക്കിലാക്കുന്ന പിശാചിൻ്റെ ദുഷ്ടാത്മസേനകളുണ്ട്. അവരോടാണ് നമ്മുടെ യുദ്ധം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട്, പുറമേയുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ദുഷ്ടാത്മസേനയെ കാണാൻ സാധിക്കുകയില്ല. ഇവിടെ ഈ അന്തരീക്ഷത്തിൽ ധാരാളം അണുക്കളുണ്ട്, ധാരാളം അണുക്കൾ. ഈ അണുക്കളെയൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നാം കൈയൊന്ന് കൂട്ടി അടിച്ചാൽ എത്രയോ അണുക്കളാണ് ചാകുന്നത്, എത്രയോ അണുക്കൾ. അത് സൂക്ഷ്മമായ അണുക്കൾ, വളരെ വളരെ നേരിയ, വളരെ ചെറുതായ അണുക്കൾ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത അണുക്കൾ. എന്നതുപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ ദുരാത്മസേനകളുണ്ട്, എണ്ണിയാൽ തീരാത്ത ദുരാത്മസേനകളുണ്ട്. ദുരാത്മസേനകൾ, ദുഷ്ടപിശാചുക്കൾ, അവയെ നാം കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിൻ്റെ കണ്ണും തുറന്നു കിട്ടിയാൽ, ആത്മലോകം കാണാൻ സാധിച്ചാൽ, ആത്മാവിൻ്റെ ദർശനം ലഭിച്ചാൽ നമുക്ക് അവയെ കാണാൻ സാധിക്കും. അപ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും, ഈ ഭീകരപിശാചുക്കളുടെ ഇടയിലൂടെയാണല്ലോ ഞാൻ നടക്കുന്നതെന്ന്. കോപത്തിൻ്റെ ഭീകരാത്മാക്കളുണ്ട്, വഴക്കിൻ്റെ ഭീകരാത്മാക്കളുണ്ട്, വ്യഭിചാരത്തിൻ്റെ ഭീകരാത്മാക്കളുണ്ട്, അശുദ്ധ മോഹങ്ങളുടെ ഭീകരാത്മാക്കളുണ്ട്, അത്യാഗ്രഹത്തിൻ്റെ ഭീകരാത്മാക്കളുണ്ട്, ചില രോഗങ്ങളുടെ ഭീകരാത്മാക്കളുണ്ട്. രോഗത്തിൻ്റെ ആത്മാവ്, ദുസ്വഭാവത്തിൻ്റെ ആത്മാവ്, ദുശ്ശീലങ്ങളുടെ ആത്മാവ്, വൈരാഗ്യത്തിൻ്റെ ആത്മാവ്, പകയുടെ ആത്മാവ്, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ആത്മാവ്, കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്ന ആത്മാവ്, പരസംഗത്തിനും വ്യഭിചാരത്തിനും പ്രേരിപ്പിക്കുന്ന ആത്മാവ്. ഇങ്ങനെ അനേകം ദുരാത്മാക്കൾ ഈ അന്ധകാര ലോകത്തുണ്ട്. ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. സ്വർലോകം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വർഗമല്ലത്, അത് ഈ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയാണ് ഉദ്ദേശിക്കുന്നത്. ഈ അന്തരീക്ഷത്തിലുള്ളതായ ദുഷ്ടാത്മസേന, അവയോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നാം ജയിക്കണമെങ്കിൽ ഇത് വേണം. അതാണ് 11-ാം വാക്യത്തിൽ പറയുന്നത്. 11-ാം വാക്യം, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. നമുക്കാർക്കും തനിയെ യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു പടയാളി യുദ്ധരംഗത്ത് യുദ്ധത്തിന് പോകണമെങ്കിൽ അവൻ ആയുധം വേണം. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെയെന്ന് പണ്ട് മഹാകവി ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്. ആയുധം കയ്യിലില്ലാത്തവൻ അടരാടുന്നത് എങ്ങനെ? ആയുധം കയ്യിലില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ സാധ്യമല്ല. നിരായുധനായി ആയുധധാരിയായ ശത്രുവിനെ എതിർക്കാൻ സാധിക്കുകയില്ല. ആയുധമില്ലാതെ ചെന്നാൽ നാം തോറ്റുപോകും, നാം വെട്ടേറ്റ് വീണുപോകും. ആയുധം ധരിച്ചു വേണം പോകാൻ. ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ ആയുധം ധരിക്കേണ്ടതുണ്ട്. പൈശാചിക സൈന്യം, അവൻ്റെ ഉദ്ദേശം ഒന്നേയുള്ളൂ, നമ്മെ മുടിച്ചു കളയുക എന്നുള്ളതിൻ്റെ ആണ് അവൻ്റെ ഉദ്ദേശം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കൂ. അവിടെ കാണാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഈ ദുഷ്ടനായ പൈശാചികൻ വരുന്നത് എന്തിന് എന്ന് നമുക്കവിടെ കാണാം. അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്താ എന്ന് നമുക്ക് കാണാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിക്കുക, നമുക്കുള്ള സ്വത്ത് മോഷ്ടിച്ചെടുക്കുക. നമുക്കെല്ലാം കർത്താവ് തന്ന സ്വത്തുക്കളുണ്ട്, ചില സമ്പത്തുണ്ട്. യേശു തമ്പുരാൻ തന്നതായ സമ്പത്ത്, യേശു തന്ന സ്നേഹം, യേശു തന്ന ആർദ്രത, യേശു തന്ന മനസ്സലിവ്, യേശു തന്ന കരുണ, യേശു തന്നതായ ബുദ്ധി,
യേശു തന്നതായ നല്ല നല്ല ശീലങ്ങൾ, യേശു തന്നതായ പ്രാർത്ഥനാ സ്വഭാവം, യേശു തന്നതായ എളിമ, യേശു തന്നതായ ലാളിത്യം, യേശുവിൻ്റെ ആട്രിബ്യൂട്ട്സ്, യേശുവിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, യേശുവിൻ്റെ നൽവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് പിശാചിൻ്റെ തന്ത്രം. നമുക്ക് എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. എന്തൊക്കെ? അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ പിശാച് വരുന്നു. കർത്താവ് അവനെ കള്ളൻ എന്നാണ് പറയുന്നത്. അവൻ മോഷ്ടിക്കാൻ വരുന്നവനാണ്, അവൻ മുടിക്കാൻ വരുന്നവനാണ്, അവൻ അറുത്ത് കളയുവാൻ കൊന്നു കളയുവാൻ വരുന്നവനാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളനായി പിശാച് വരുന്നത്. സഹോദരങ്ങളെ, എന്നാൽ കർത്താവായ യേശുക്രിസ്തു വന്ന് എന്തിനാണ് എന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യർക്ക് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജീവൻ തരുവാൻ കർത്താവ് വന്നിരിക്കുന്നു, സമൃദ്ധിയേറിയ ജീവൻ തരുവാൻ വന്നിരിക്കുന്നു, ആത്മാവിന് നിറവുറ്റ ജീവൻ തരുവാൻ കർത്താവ് വന്നിരിക്കുന്നു. യേശു വന്നിരിക്കുന്നത് സമൃദ്ധിയും ജീവൻ്റെ സന്തോഷവും തരുവാനാണ്. യേശു വന്നിരിക്കുന്നത് ആത്മാവിൻ്റെ ശാന്തിയും സമാധാന സമൃദ്ധിയും തരുവാനായിട്ടാണ്. എന്നാൽ ദുഷ്ടനായ പൈശാചികൻ വരുന്നതോ മോഷ്ടിച്ചു കൊണ്ടുപോവുക, നമ്മുടെ സമാധാനം മോഷ്ടിക്കുക, നമ്മുടെ സന്തോഷം മോഷ്ടിക്കുക, നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കുക, നമ്മുടെ ബുദ്ധി വൈഭവങ്ങൾ മോഷ്ടിക്കുക, എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോവുക, നമ്മെ അറുത്ത് മുടിക്കുക, നമ്മെ നശിപ്പിച്ച് കളയുക, നമ്മുടെ ആന്തരാത്മാവിനെ കൊല്ലുക, നമ്മളിൽ നിന്ന് ദൈവം തന്ന ആത്മാവിനെ കൊല്ലുക, അങ്ങനെ നാം ആത്മാവിൽ മരിക്കുക. ഇതിനു വേണ്ടിയാണ് പിശാച് വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ദുഷ്ടനായ പൈശാചികൻ അവൻ തന്ത്രശാലിയാണ്. അവൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ നേരെ അവൻ പ്രയോഗിക്കുന്നു. ഇന്ന് ലോകത്ത് എവിടെയെല്ലാം സമാധാനം പോകുന്നു, എവിടെയെല്ലാം സന്തോഷം പോകുന്നു, ഏതെല്ലാം കുടുംബങ്ങളിലാണ് സന്തോഷമില്ലാത്തത്, പിശാചാണ് സന്തോഷം കളയുന്നത്, സാത്താനാണ് സമാധാനം കളയുന്നത്. എത്രയോ കുടുംബങ്ങളാണ് പരസ്പര വൈരാഗ്യത്തിൽ കഴിയുന്നത്, പരസ്പര നീരസത്തിൽ കഴിയുന്നത്. എപ്പോഴും മുഖം വാടിയിരിക്കുന്ന കുടുംബങ്ങൾ, മുഖം വാടിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും, പരസ്പരം ഭിന്നിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും, ചില വാശികളുടെ പേരിൽ, ചില നീരസത്തിൻ്റെ പേരിൽ, ചില ഇഷ്ടക്കുറവ് വന്നതിൻ്റെ പേരിൽ മിണ്ടാതെ പിണങ്ങിപ്പാർക്കുന്ന ഭാര്യയും ഭർത്താവും, മാതാപിതാക്കളും മക്കളും എല്ലാ പരസ്പരമുള്ളതായ ഈർഷ്യയിലും മുഷിച്ചിലും ഇഷ്ടക്കുറവിലും അങ്ങനെ ഹൃദയത്തിലുള്ളതായ വലിയ വാടിയ മൂടിയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന അനേകം കുടുംബങ്ങൾ, അനേകം ജീവിതങ്ങൾ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെ വീടുകളിലും വാസ്തവമായ സന്തോഷമുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ വാസ്തവമായ ഐക്യമുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ വാസ്തവമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ നിറവുണ്ടോ? സ്നേഹത്തിൻ്റെ ദാർഢ്യമുണ്ടോ? അതെല്ലാം നശിപ്പിക്കുന്നത് പിശാചാണ്. പിശാച് നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ പാപം മൂലം കടന്നു വന്നു, അത് നിങ്ങളുടെ പൂർവികന്മാരുടെ പാപം മൂലം കടന്നു വന്നു, ആഭിചാരങ്ങൾ ചെയ്തത് മൂലം, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തത് മൂലം, വല്ല മന്ത്രവാദങ്ങൾ ചെയ്തത് മൂലം, അതല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിയത് മൂലം, ആചാരങ്ങളിൽ കുടുങ്ങി കിടന്നത് മൂലം, അങ്ങനെയെല്ലാം അനേകം ദുഷ്ടപിശാചുക്കൾ നിങ്ങളുടെ ഭവനങ്ങളിൽ കുടിപാർക്കുന്നു. ഭവനങ്ങളിൽ അവിടെ പാർക്കുകയാണ് ദുഷ്ടപിശാചുക്കൾ. അനേകരുടെ ഹൃദയത്തിൽ ദുഷ്ടപിശാചുക്കൾ വാഴുന്നു, അങ്ങനെ അനേകരുടെ കുടുംബങ്ങളിൽ ദുഷ്ടപിശാച് വാഴുന്നു. ഈ ദുഷ്ടനായ പൈശാചികൻ അനേകം തന്ത്രങ്ങൾ പ്രയോഗിച്ച് മനുഷ്യനെ കീഴടക്കുകയും മനുഷ്യനെ വരുതിയിലാക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ കൊണ്ട് അവൻ്റെ ഇഷ്ടത്തിനൊത്തതുപോലെ പലതും ചെയ്യിക്കുന്നു, വഴക്കടിപ്പിക്കുന്നു, പിണക്കമുണ്ടാക്കുന്നു, അസൂയുണ്ടാക്കുന്നു, വൈരാഗ്യമുണ്ടാക്കുന്നു, പകയുണ്ടാക്കുന്നു, പ്രതികാരചിന്ത ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ദുഷ്ടനായ പൈശാചികനുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും വന്ന പിശാച്. ഈ പിശാചിൻ്റെ തന്ത്രങ്ങൾ, അവന് യുദ്ധതന്ത്രങ്ങളുണ്ട്. അവനെപ്പോഴും വാളുവേന്തി യുദ്ധത്തിന് വരികയല്ല ചെയ്യുന്നത്. അവന് യുദ്ധതന്ത്രങ്ങളുണ്ട്. അവനെപ്പോഴും യുദ്ധത്തിന് വരുന്നത് പോലെ വരികയല്ല ചെയ്യുന്നത്. അവൻ തന്ത്രശാലിയാണ്. 3 വിധത്തിലാണ് പിശാച് വരുന്നത് എന്ന് വേദപുസ്തകം പറയുന്നു. 3 വിധത്തിൽ. 1 2 കൊരിന്ത്യർ 11 അധ്യായം 2 വാക്യം വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങൾക്ക് ചതി പറ്റുന്നുണ്ട്. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. നിങ്ങൾക്ക് ചതി പറ്റാറുണ്ട്, ചതി പിണയാറുണ്ട്, നിങ്ങളെ ചതിക്കുന്നുണ്ട്. ഉപായത്താലാണ് വരുന്നത്. പിശാച് ഉപായത്താൽ കടന്നു വരും, സ്നേഹഭാവത്തിൽ കടന്നു വരും, തന്ത്രശാലിയായി കടന്നു വരും, വളരെ കൗശലത്തോടെ കടന്നു വരും. നേരെ പൈശാചിക ഭാവത്തോടെയല്ല വരുന്നത്, ഒരു ഭീകര രൂപിയായിട്ടല്ല വരുന്നത്, വളരെ തന്ത്രപൂർവ്വമാണ് കടന്നു വരുന്നത്. സർപ്പം
ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരികത്ത് പിശാച് കൊണ്ടുവരുന്ന ചില ചിന്തകൾ നല്ല ചിന്തകളാണെന്ന് നമുക്ക് തോന്നും. ചില സംശയങ്ങൾ, ചില അവിശ്വാസങ്ങൾ, അതെല്ലാം നല്ലതാണെന്ന് നമുക്ക് തോന്നും. നന്മയ്ക്ക് വേണ്ടിയല്ല ആ നിരൂപണങ്ങൾ നമുക്ക് തോന്നും. മനസ്സിൽ കൂടി പോകുന്ന ചില മനോരാജ്യങ്ങൾ, ചിലപ്പോൾ വരുന്നതായ ചില ചിന്തകൾ, ചിലപ്പോൾ വരുന്നതായ ചില ചോദ്യങ്ങൾ, ചിലപ്പോൾ വരുന്നതായ ചില സംശയങ്ങൾ, ചിലപ്പോൾ വരുന്നതായ ചില അവിശ്വാസങ്ങൾ, അതിനെ ചില നന്മയുടെ പരിവേഷം ചാർത്തിയാണ് കൊണ്ടുവരുന്നത്. നന്മയുടെ ചില രൂപങ്ങൾ കാണിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ സർപ്പം ഹവ്വായെടുത്ത് വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? ഹവ്വായെടുത്ത് വന്നപ്പോൾ ഒരു സ്നേഹിതനെ പോലെയാണ് വന്നത്. അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് വന്നത്. അവർക്ക് ഉപകാരം ചെയ്യുകയാണെന്നുള്ള ഭാവത്തിലാണ് വന്നത്. അവർ ദൈവത്തെ പോലെ ആകണമെന്ന് അഗാധമായ ആഗ്രഹമുള്ളതുപോലെയാണ് സാത്താൻ വന്നത്. ദൈവത്തെ പോലെ ആദാമും ഹവ്വായും ആയി തീരണമെന്നുള്ളതായ ആഗ്രഹമുള്ള ഒരു നല്ല സ്നേഹിതനെ പോലെയാണ് വന്നത്. ഒരു അഭ്യുദയകാംക്ഷിയെ പോലെയാണ് വന്നത്. അത് ഉപായമായിരുന്നു. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. രണ്ടാമത് പിശാച് വരുന്നത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിക്കാം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചദൂതന്റെ വേഷം, വെളിച്ച മാലാഖയുടെ വേഷം, മാലാഖയുടെ വേഷത്തിൽ വരും. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ്റെ രൂപത്തിലല്ല വരുന്നത്. അല്പം പോലും സംശയം തോന്നുകയില്ല. ഒരു മാലാഖയെ പോലെയാണ് വരുന്നത്. മാലാഖയെപ്പോലെ ഉന്നതമായ ആശയങ്ങളാണ് കൊണ്ടുവരുന്നത്. വളരെ സ്വർഗീയമായ ആശയങ്ങൾ പറയുമ്പോൾ തോന്നും. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. വേദപുസ്തക വാക്യങ്ങൾ ഉദ്ധരിക്കും, വേദവാക്യങ്ങൾ പറയും, വേദപുസ്തക കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ എമ്പുമായി തോന്നും, വളരെ നല്ലതായി തോന്നും. അത് സാത്താന്യമാണ് തോന്നുകയില്ല, അന്ധകാര ശക്തിയുടേതാണ് തോന്നുകയില്ല. വെളിച്ചത്തിൻ്റെ ദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ആട്ടിൻ തുകലണിഞ്ഞ് ചെന്നായി വരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ആട്ടിൻ തുകലണിഞ്ഞ് ചെന്നായി എന്ന് പറയുന്നത് പോലെ സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. വേഷത്തിൽ മാലാഖ, പക്ഷേ ഉള്ളിൽ പിശാച്. അങ്ങനെ വേഷത്തിൽ, മാലാഖയുടെ വേഷത്തിൽ സാത്താൻ വരുന്നു. മൂന്നാമത് സാത്താൻ വരുന്നത് അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി നടക്കുന്നു, ചുറ്റി തിരിഞ്ഞ് നടക്കുന്നു. ആരെയാണ് വിഴുങ്ങാൻ കിട്ടുക? ആരെയാണ് നശിപ്പിക്കാൻ കിട്ടുക? വിഴുങ്ങിയേ അടങ്ങൂ. വൈരാഗ്യത്തോടെ വരികയാണ്. അലറുന്ന സിംഹം പോലെ വരികയാണ്, ഗർജിക്കുന്ന സിംഹം പോലെ. പ്രിയപ്പെട്ടവരെ, ചില വീടുകളിൽ അപ്പൻ ഗർജിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്, അമ്മ ഗർജിക്കുന്ന സ്വഭാവമുള്ളവരുണ്ട്. അമ്മായിയമ്മ മരുമോളോട് ഗർജിക്കാറുണ്ട്, അല്ല മറിച്ചും മരുമോൾ അമ്മായിയമ്മയോട് ഗർജിക്കാറുണ്ട്, മക്കൾ അപ്പനോട് ഗർജിക്കാറുണ്ട്. അങ്ങനെയുള്ള ഭവനങ്ങളുണ്ട്. ഗർജിക്കുന്ന ഭവനങ്ങൾ, അട്ടഹസിക്കുന്ന ഭവനങ്ങൾ, ശപിക്കുന്ന ഭവനങ്ങൾ, ചീത്ത വാക്ക് പറയുന്ന ഭവനങ്ങൾ, അശ്ലീല വാക്കുകൾ പറയുന്ന ഭവനങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്ന ഭവനങ്ങൾ, ബുദ്ധി മുറിവേൽപ്പിക്കുന്ന മുള്ളുവാക്കുകൾ പറയുന്ന ഭവനങ്ങൾ. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി നടക്കുന്നു, ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങാൻ കിട്ടുക? ആ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് ചുറ്റി നടക്കുന്നു. പ്രതിയോഗിയായ പിശാച് 3 വിധത്തിൽ: 1 ഉപായത്താൽ, 2 വെളിച്ചതിൻ്റെ വേഷത്തിൽ, 3 അലറുന്ന സിംഹം പോലെ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിൽ പൈശാചിന് ഇടമുൺ കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ചെയ്തികളിൽ, നമ്മുടെ ഏതെങ്കിലും വാക്കുകളിൽ, നമ്മുടെ ഏതെങ്കിലും ചിന്താഗതികളിൽ, നമ്മുടെ ഏതെങ്കിലും പെരുമാറ്റത്തിൽ, നമ്മുടെ പണം ഇടപാടുകളിൽ ഏതെങ്കിലും പിശാചിന് ഇടം കൊടുക്കുന്നുണ്ടോ? വ്യാജം വരുന്നുണ്ടോ? ഏതെങ്കിലും കൗശലങ്ങളോ തന്ത്രങ്ങളോ നമുക്ക് വരുന്നുണ്ടോ? ഏതെങ്കിലും ഉപായങ്ങളോ സൂത്രങ്ങളോ നാം പ്രയോഗിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വ്യാജ വാക്കുകൾ വരുന്നുണ്ടോ? വഞ്ചിക്കുന്ന വാക്കുകൾ വരുന്നുണ്ടോ? ആരെങ്കിലും കെണിയിലാക്കുന്ന വാക്കുകൾ വരുന്നുണ്ടോ? ആരെങ്കിലും ചതിക്കുന്ന വാക്കുകൾ വരുന്നുണ്ടോ? എന്തെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും ഉപദ്രവം വരുത്തുന്നതായി നമ്മിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? നമുക്ക് സ്വയം ശോധന ചെയ്യാമല്ലോ, നമുക്ക് പരിശോധിക്കാമല്ലോ. എന്നാൽ കർത്താവ് പറയുന്നു, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിൻ്റെ കൃപയാൽ നീ ശക്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സാത്താൻ്റെ തല തകർത്ത കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾക്ക് ജയം വേണമെങ്കിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കൂ. ജയം വേണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. ജയ ജീവിതം വേണമെങ്കിൽ യേശു നിങ്ങളെ ജയിപ്പിക്കും. സാത്താൻ താനും
മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് കർത്താവ് പറഞ്ഞു. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീണ ശത്രുവിനെ മെതിക്കാൻ കർത്താവ് നമുക്ക് അധികാരം തരികയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഈ യേശു ക്രിസ്തു ക്രൂസിന്മേൽ പാമ്പിൻ്റെ തല ചതച്ചവനാണ്. ഇന്ന് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവേ, നിൻ്റെ കുരിശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എനിക്ക് നീ ജയം തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ജയജീവൻ നിങ്ങൾക്ക് നയിക്കാം, സമാധാന ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം, ദൈവത്തെ നിങ്ങൾക്ക് സ്തുതിക്കാം, ജയത്തിൻ്റെ സ്തുതി ഗാനങ്ങൾ നിങ്ങൾക്ക് പൊഴിക്കാം, ദൈവത്തെ നിങ്ങൾക്ക് മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ജീവൻ്റെ തിരുവഴികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജയജീവിതത്തിന് വേണ്ടി ഞങ്ങളെ ആയുധം ധരിപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.